ആഴ്ചയിലെ വീക്ക്ലി ടാസ്കിൻ്റെ പേരാണ് പറക്കും തളിക. പേര് പോലെ തന്നെ എല്ലാവരും ഗാർഡൻ ഏരിയയിൽ പറന്ന് ഓടിച്ചാടി കളിക്കുന്ന രംഗമാണ് കാണുന്നത്. 3 വ്യത്യസ്ത റൗണ്ടുകളായിട്ട് 3 ദിവസം നീണ്ടു നിൽക്കുന്ന വീക്ക്ലി ടാസ്ക്. അങ്ങനെ ആദ്യ ഘട്ടം കഴിഞ്ഞപ്പോൾ ആരൊക്കെയാണ് മുൻപന്തിൽ നിൽക്കുന്നത്? അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷൻ ആയിട്ട് മറക്കാതെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഒന്നാം ദിവസമായ ഇന്ന് ഗാർഡൻ ഏരിയയിലാണ് ടാസ്ക് വരുന്നത്. ബിഗ് ബോസിൻ്റെ ബസർ അല്ല ഇത്തവണ വരുന്നത്, ബോളുകളുടെ സൗണ്ടാണ്. എല്ലാവരും ഗാർഡൻ ഏരിയയിൽ നിൽക്കുക. ഓരോ പെഡസ്റ്റലിനും ഓരോ കുടുംബാംഗങ്ങളുടെയും പേരും അവർക്കായിട്ടുള്ളൊരു ബോർഡ്, അവർക്കായിട്ടുള്ള ഒരു ബാസ്ക്കറ്റും ഉണ്ടാവും. ഈ ബാസ്ക്കറ്റിൽ അവരുടെ ഓരോരുത്തരുടെ പേര് മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ബോസ് ബോൾ എറിയുന്ന കുറച്ച് സൗണ്ടുകൾ ആദ്യം തന്നെ പ്ലേ ചെയ്യും. വീടിന്റെ അപ്പുറത്ത് നിന്നും കുറച്ച് ബോളുകൾ വീടിനകത്തേക്ക് വരും. ബോളുകളെല്ലാം കളക്ട് ചെയ്ത് അവനവന്റെ പേരെഴുതിയ ബാസ്ക്കറ്റിൽ കൊണ്ടുപോയി കളക്ട് ചെയ്ത് വെക്കുക. ഈ ഓരോ ബോളിനും മഞ്ഞ നിറത്തിലും ചുമപ്പ് നിറത്തിലും ഇങ്ങനെ 2 നിറത്തിലുള്ള ബോളുകളായിരിക്കും ഉണ്ടാവുക. ഈ മഞ്ഞ നിറത്തിന് 1 പോയിന്റും റെഡ് നിറത്തിന് 3 പോയിന്റുമായിരിക്കും ഓരോ ബോളിന്റെയും വാല്യൂ വരുന്നത്. വരുന്ന ബോളുകളെല്ലാം കളക്ട് ചെയ്യുക. ഏറ്റവും കൂടുതൽ പോയിന്റ് ആർക്കാണോ കിട്ടുന്നത് അവരായിരിക്കും ആ ഘട്ടത്തിലെ വിജയമായിട്ട് വരുന്നത്. ആദ്യ ഘട്ടം കഴിഞ്ഞു, ഇനിയും ടാസ്കുകൾ വരുന്നുണ്ട്. ആദ്യ ഘട്ടത്തിലെ ടാസ്ക് കഴിഞ്ഞപ്പോൾ മുൻപന്തിയിൽ നിൽക്കുന്നത്, ടാസ്ക് വന്നിട്ടുണ്ടെങ്കിൽ അറിയാലോ ആരായിരിക്കും വിജയിക്കുക എന്നുള്ളത്. ആര്യന് 36 പോയിൻ്റാണ് കിട്ടിയിരുന്നത്. 10 റെഡ് ബോളും 6 യെല്ലോയും. റെഡിലേക്കാണ് കൂടുതൽ ആര്യൻ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് തോന്നുന്നു. ആര്യൻ അത്തരത്തിലുള്ളൊരു സ്ട്രാറ്റജി ആയിരിക്കാം വർക്കൗട്ട് ചെയ്തിട്ടുണ്ടാവുക. രണ്ടാമത് അക്ബറാണ്. അക്ബറിന് 32 പോയിന്റ്, അനീഷിന് 29 പോയിന്റ്. ഇവർ 3 പേരും വർക്കൗട്ട് ചെയ്തിരിക്കുന്ന സ്ട്രാറ്റജി എന്ന് പറയുന്നത് റെഡ് ബോൾ മാക്സിമം കളക്ട് ചെയ്യുക എന്നുള്ളത്. വാസിന് 17 പോയിന്റും ലക്ഷ്മിക്ക് 15 പോയിന്റ് എന്നിങ്ങനെയാണ് ഓരോരുത്തർക്കും കിട്ടിയിരിക്കുന്ന പോയിന്റ്. അങ്ങനെ നോക്കുമ്പോൾ 1-ാം സ്ഥാനത്ത് ആര്യനും, 2-ാം സ്ഥാനത്ത് അക്ബറും, 3-ാം സ്ഥാനത്ത് അനീഷും, 4-ാം സ്ഥാനത്ത് ഷാനവാസ്, 5-ാം സ്ഥാനത്ത് ലക്ഷ്മി എന്നിവരാണ് എത്തി നിൽക്കുന്നത്. ഇനിയും ടാസ്കുകൾ വരുന്നുണ്ട്, അതനുസരിച്ചിട്ടുള്ള പോയിന്റ്സ് വ്യത്യാസം വന്നേക്കാം. എന്നാൽ 1-ാം സ്ഥാനം, 2-ാം സ്ഥാനം, 3-ാം സ്ഥാനം അങ്ങനെ മാറാൻ സാധ്യതയില്ല അല്ലേ? നമുക്ക് നോക്കാം. ആദ്യഘട്ടം കഴിഞ്ഞപ്പോൾ ഇവർ 5 പേരുമാണ് ടോപ്പ് 5-ൽ എത്തി നിൽക്കുന്നത് ഈ ഒരു ടാസ്കിൻ്റെ. ഇനി എന്തൊക്കെ മാറ്റങ്ങൾ വരും, എന്തൊക്കെ ടാസ്ക് വരുന്ന എല്ലാം കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ അതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളും നമ്മുടെ ഈ ചാനലിൽ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരോ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ പെട്ടെന്ന് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ.